കാനാൻ ദേശം സീസൺ 2 എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ദൈവത്തിന്റെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു. അവൻ ഓരോ അടിവെക്കുന്നതും അവിടുന്ന് കാണുന്നു. ദൈവത്തിന്റെ കണ്ണുകൾ എന്നും മനുഷ്യന് പിന്നിലുണ്ട്. നമ്മുടെ ഓരോ ചെറിയ പ്രവൃത്തികൾ പോലും അവിടുന്ന് വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് അനുസൃതമായി, ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാനാൻ ദേശം സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കണം. അതിനു മുൻപായി വെൽക്കം ചെയ്യാം നമ്മുടെ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഡൊണാൾഡ്. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. കാനാൻ ദേശം സീസൺ 2 ബൈബിൾ റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൻ മൃദുശയ്യകളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക് അവൻ എന്നെ നയിക്കുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതൻ എന്നോടു കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ആശ്വാസം തൻ വടിമേൽ. ഉന്നതൻ എന്നോടു കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ആശ്വാസം തൻ വടിമേൽ. യഹോവയാം ദൈവമൻ ഇടയനത്രേ. ആൻഡ് ഡോക്ടർ, ബൈ പ്രൊഫഷൻ യു ആർ എ ഡോക്ടർ, ബട്ട് പാഷൻ മുഴുവനായും മ്യൂസിക്കിനോടാണ്. സോ എപ്പോ മുതലാണ് ഈ മ്യൂസിക്കിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്? ചെറുപ്പം മുതലാണോ, അതൊരു ഡോക്ടർ ആയതിനു ശേഷമാണോ മ്യൂസിക് ഫീൽഡിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ ആകണം, ഒരു മ്യൂസിക് ഡയറക്ടർ ആകണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം എപ്പോ മുതലായിരുന്നു? ചെറുപ്പത്തിൽ, അതായത് മ്യൂസിക് നമുക്ക് എപ്പോ മുതൽ വന്നു എന്ന് ചോദിച്ചാൽ അത് ബൈ ബ്ലഡ് നമുക്ക് മ്യൂസിക് കിട്ടണം. എങ്കിൽ മാത്രമേ ഒരാൾക്ക് ആ മ്യൂസിക് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. അതുപോലെ ചെറുപ്പത്തിൽ പാടുമായിരുന്നു, ആസ് യൂഷ്വൽ, പേരന്റ്സിന്റെ ഹെൽപ്പ്, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ. ബട്ട് ആഫ്റ്റർ എന്റെ പഠനം കഴിഞ്ഞതിന് ശേഷമാണ് മ്യൂസിക്കിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നതും ഒരു പ്രൊഫഷണൽ സിംഗർ ആവുന്നതും മ്യൂസിക് ചെയ്യാനുള്ള താല്പര്യം ജനിക്കുന്നതൊക്കെ അതിനുശേഷമാണ്. അപ്പൊ നമുക്ക് ഷാർലറ്റ്, നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. സ്നേഹത്തോടെ വെൽക്കം ചെയ്യാം മിസസ് ബിന്ദു എ വൈ ഫ്രം തൃശൂർ. തൃശൂരിനടുത്തുള്ള കള്ളായിൽ നിന്നും വന്നിരിക്കുന്ന മിസ്സിസ് ബിന്ദു ഏവയാണ് ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥി. ബിന്ദുവിന്റെ വിശേഷങ്ങളും ദൈവാനുഭവങ്ങളും കേട്ടുകൊണ്ട് നമുക്ക് മത്സരത്തിലേക്ക് കടക്കാം. ബിന്ദു, വൺസ് അഗൈൻ വെൽക്കം ടു കാനാൻ ദേശം സീസൺ 2. ബിന്ദു കള്ളായി എന്ന സ്ഥലത്തുനിന്ന് വരുന്നു, തൃശൂർ. വെള്ളാനിക്കോട് പാരീഷാണ് എന്റെ വരുന്നത്. വെള്ളാരിക്കോട്, അതാണ് നിങ്ങളുടെ പാരീഷ്. അവിടുത്തെ വൈദികൻ ഫാദർ സിജോ അരിക്കാട്. ഓക്കെ. അപ്പൊ ബിന്ദു, ഈ കാനാൻ ദേശം സീസൺ 2 ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കണ്ടിരുന്നു. ഇതിലേക്ക് വരാനുള്ള ഞാൻ ഇതിന്റെ ഫസ്റ്റ് സീസൺ കണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ കുറെ മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ടൈമിലാണ് എന്റെ ഓഡീഷനെ വിളിച്ചത്. ഇവിടെ വന്നപ്പോ സെലക്ടഡായി. സന്തോഷമായി. തീർച്ചയായും. കാരണം ഇവിടെ വന്നപ്പോ ഒരേ തവണ മെസ്സേജ് അയച്ചവർക്കൊക്കെ സെലക്ഷൻ കിട്ടിയായിരുന്നു. അത് കേട്ടപ്പോ ഞാൻ അത്രയും
ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിട്ടിയതാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് തീർച്ചയായും വരാൻ. തീർച്ചയായും സന്തോഷം ബിന്ദുവിനെ പോലെ ഒരു മത്സരാർത്ഥിയെ ഇന്ന് ഈ സീറ്റിൽ കിട്ടിയതിന്. നമുക്ക് കാനാൻ ദേശം സീസൺ 2 ആദ്യത്തെ റൌണ്ട് സിൽവർ റൌണ്ടിലേക്ക് പോകാം. അറിയാമല്ലോ അതിന്റെ, എങ്കിലും ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. സിൽവർ റൌണ്ടിൽ 4 ചോദ്യങ്ങളുണ്ടാവും. 4 ചോദ്യത്തിനും 10 പോയിന്റ്സ് വീതം. 2 ചോദ്യങ്ങൾക്ക് അടുത്ത് ആൻസർ തെറ്റായെങ്കിൽ 10 പോയിന്റ്സ് മൈനസ് ഉണ്ടാവും. മറിച്ച് 4 ചോദ്യത്തിനും കറക്റ്റായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 10 പോയിന്റ്സ് ബോണസ് പോയിന്റ്. ടോട്ടൽ 50 പോയിന്റ്സ് ഈ റൌണ്ടിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പോകാം, മത്സരം തുടങ്ങാം. കാനാൻ ദേശം സീസൺ 2 ഫസ്റ്റ് റൌണ്ട് സിൽവർ റൌണ്ട്. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൌണ്ടിൽ ബിന്ദു ഏവയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും എന്ന് യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതു ഗ്രന്ഥത്തിലാണ്? ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും എന്ന് യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏത് ഗ്രന്ഥത്തിലാണ്? ഓപ്ഷൻ എ മലാക്കി, ഓപ്ഷൻ ബി വെളിപ്പാട്, ഓപ്ഷൻ സി സംഖ്യ ആൻഡ് ഓപ്ഷൻ ഡി റോമ ലേഖനം. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും എന്ന് യേശുവിനെ വിശേഷിപ്പിച്ചു. ഓപ്ഷൻ ബി വെളിപ്പാട്. ഓപ്ഷൻ ബി വെളിപ്പാട്. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി വെളിപ്പാട്. എന്താണ് വെളിപ്പാടിലേക്ക് വരാനുള്ള? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഇതാണ് വെളിപ്പാട്. അപ്പൊ ഞാൻ വെളിപ്പാട് വായിച്ചിട്ടുണ്ട് നന്നായി. അതില് വളരെ ശരിക്കും നമുക്ക് വായിക്കുമ്പോ തന്നെ ഫീൽ ചെയ്യാണ്ട് യോഹന്നാൻ ശ്ലീഹ എത്രയ്ക്കും വിശ്വസിച്ചിട്ടാണ് അത് ആവർത്തനമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിലൂടെ കൂടുതൽ കടന്നു പോയിട്ടുള്ളതാണ്. ഏറെക്കുറെ ഉറപ്പാണ് ആൻസർ അല്ലേ? നമുക്ക് ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ് ഓപ്ഷൻ ബി വെളിപ്പാട്. റൈറ്റ് ആൻസർ. ബിന്ദുവിന്റെ കോൺഫിഡൻസ് മുഖത്തുണ്ടായിരുന്നു. അത് കറക്റ്റ് ആൻസറായി. എനിഹൗ കൺഗ്രാറ്റ്സ്. സിൽവർ റൌണ്ടിൽ ആദ്യത്തെ ചോദ്യം പൂർത്തിയാകുമ്പോൾ ബിന്ദുവിന്റെ സ്കോർ അറിയാം. ഷാലറ്റിനോട് ചോദിക്കാം പോയിന്റ് ബാങ്കിൽ. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൌണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റിന് ബിന്ദു എവൈ പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. സോ ഈ ക്വസ്റ്റിന് ലഭിക്കുന്നു 10 പോയിന്റ്സ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബിന്ദുവിന്റെ വിശ്വാസ ജീവിതം അതിലേക്ക് വരാം. ചർച്ച ഏതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഇപ്പൊ അവിടെ വേറെ എന്തെങ്കിലും? ഞാനവിടെ ഇപ്പോ കാറ്റഗിസം ടീച്ചറായിട്ട് സേവനം ചെയ്യുന്നുണ്ട്. 12ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് വേദോപദേശം പഠിപ്പിക്കുന്നത്. പിന്നെ പള്ളിയില് പാരിഷ് ബുള്ളറ്റിന്റെ എഡിറ്റോറിയൽ മെമ്പറാണ്. അതിലെല്ലാ മാസവും അതാത് മാസത്തിന്റെ വിശുദ്ധരെ കുറിച്ചിട്ട് ലേഖനങ്ങൾ എഴുതാറുണ്ട്. പിന്നെ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട്. അപ്പോൾ വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ട്. ഈ 12ാം ക്ലാസ്സിലുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഒരു ടീനേജ് ആ ഏജിലുള്ള കുട്ടികൾക്ക് മതപഠനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രിം ലൈനിൽ നിൽക്കുന്ന ഒരു പ്രായമാണ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും ആ സെഷൻ എടുക്കുന്നതല്ലേ. അതിലെന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? ഇപ്പൊ സാധാരണ നിലയിൽ എല്ലാ ആളുകളും പറയും കുട്ടികൾ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ഒരു ഇതാണ്. പക്ഷെ ആക്ച്വലി ഞാൻ അവരുമായി പരിചയപ്പെടുമ്പോ എനിക്ക് തോന്നുന്നത് അവർ തീർത്തും ഒട്ടും ഓപ്പൺ അല്ല എന്നാണ്. അവര് നമുക്ക് ഓപ്പണായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവര് വളരെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു പ്രകൃതമായിട്ടാണ് എനിക്ക് തോന്നാറ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അവരോട് വളരെ സ്നേഹവും ആത്മാർത്ഥതയോടും പെരുമാറിയില്ലെങ്കിൽ അവരൊരിക്കലും നമ്മളോട് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയില്ല. നമുക്കൊരു നല്ലൊരു രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ആ സിറ്റുവേഷനിൽ ഞാനെപ്പോഴും ഒരു സ്നേഹത്തോടെയും കുറച്ചുകൂടിയും അവരെന്റെ മക്കളെ പോലെയാണെന്നുള്ള ഒരു ഇതിലും ഞാൻ അവരെ അപ്രോച്ച് ചെയ്യാറുണ്ട്. വളരെ സന്തോഷം. നമുക്ക് സിൽവർ റൌണ്ടിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൌണ്ടിൽ ബിന്ദു ഏവയ്ക്കുള്ള രണ്ടാമത്തെ ചോദ്യം. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു സുഖപ്പെടുത്തിയത് ആരെയാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു സുഖപ്പെടുത്തിയത് ആരെയാണ്? ഓപ്ഷൻ എ ശതാധിപന്റെ ഭൃത്യനെ,
ഓപ്ഷൻ ബി രക്തസ്രാവക്കാരിയെ, ഓപ്ഷൻ സി കുഷ്ഠരോഗിയെ ആൻഡ് ഓപ്ഷൻ ഡി തളർവാദ രോഗിയെ. ആരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി തളർവാദ രോഗിയെ. ഓപ്ഷൻ ഡി തളർവാദ രോഗിയെ. ലോക്ക് ചെയ്ത് കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ഡി തളർവാദ രോഗിയെ. ലോക്ക് ചെയ്തു. എന്താണ് ഈ തളർവാദ രോഗി? അത്ര കോൺഫിഡന്റ് ആണോ ഈ ആൻസർ? അതെ, ഇതില് ശതാധിപന്റെ ഭൃത്യനെ യേശു നേരിട്ട് കാണുന്നില്ല. ശതാധിപൻ വഴിയാണ് യേശു ഭൃത്യനെ സുഖമാക്കുന്നത്. പിന്നെ രക്തസ്രാവക്കാരി യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ടാണ് സുഖം പ്രാപിച്ചത്. കുഷ്ഠരോഗിയോട് യേശു പറഞ്ഞത് എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്നാണ്. തളർവാദ രോഗിയോടാണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തുള്ള 4 ആൻസർ 4 ഓപ്ഷനിലും വ്യക്തമായ ഒരു ധാരണയുണ്ട് ബിന്ദുവിന്. എനിഹോ അത് കറക്റ്റ് ആൻസർ ആണെന്ന് നമുക്ക് വിചാരിക്കാം, പ്രതീക്ഷിക്കാം. ചോദിക്കാം കമ്പ്യൂട്ടറിനോട്. കമ്പ്യൂട്ടർ പ്ലീസ് തളർവാദ രോഗിയെ വായിക്കാൻ. എന്തുകൊണ്ടാണ് തളർവാദ രോഗിയോട് നീ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഈശോ പറയാനുള്ള കാരണം? അതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിന്റെ രോഗം ഭേദമായിരിക്കുന്നു, നീ എണീറ്റ് പോകാൻ വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് പാപങ്ങൾ മോചിച്ചു എന്ന് പറയാനുള്ള ഒരു ഭാഗം ബൈബിളിൽ ആ ഭാഗം വ്യക്തമായിട്ട് പറയുന്നുണ്ട്? അതിനെക്കുറിച്ച് ദൈവശാസ്ത്രപരമായ ഒരു കാഴ്ചപ്പാട് കൃത്യമായി എനിക്കില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മുടെ തെറ്റുകൾ, അതുവഴി വരുന്ന കുറ്റബോധമാണ് നമ്മളെ പല രോഗങ്ങളിലേക്കും നയിക്കുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ അല്ല ശരിക്കും അത് തീവ്രമാകുന്നത്, അത് പിന്നീട് നമ്മിൽ വർക്കൗട്ട് ആവുന്ന ഒരു കുറ്റബോധം. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ രോഗങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിലായിരിക്കാം എനിക്ക് ക്ലിയർ. ഇത് മത്തായി 9:2 ഈ ഭാഗം പറയുന്നത്. മനുഷ്യപുത്രന് പാപം മോചിക്കാനുള്ള അധികാരമുണ്ടെന്ന് സ്ഥാപിക്കാൻ, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ആ ഭാഗത്ത് അങ്ങനെ പറയുന്നത്. അത് ആ സുവിശേഷ ഭാഗത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. എനിഹൗ നല്ല ആൻസർ ആയിരുന്നു. അപ്പൊ നമ്മുടെ സിൽവർ റൗണ്ടിൽ 2 ചോദ്യങ്ങൾ പൂർത്തിയായപ്പോൾ ബിന്ദുവിന്റെ സ്കോർ എത്രയാണെന്ന് നമുക്കറിയണ്ടേ? പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിനും ബിന്ദു AY പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. സോ ഈ ക്വസ്റ്റിനും ബിന്ദു AY യു ആർ ഗെറ്റിംഗ് 10 പോയിന്റ്സ്. സോ രണ്ടാമത്തെ ചോദ്യം വിജയകരമായി കഴിഞ്ഞിരിക്കുന്നു. വളരെ സെൻസിറ്റീവായുള്ള ഒരു പ്രായത്തിലുള്ള കുട്ടികളെ വേദപാഠം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അല്ലാതെ എന്താണ് ബിന്ദു വീട്ടിൽ ഞാനിപ്പോ ഒരു പിക്കിളുടെ യൂണിറ്റ് നടത്തുന്നുണ്ട്. ബഡിയ ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എന്നാണ്. ബഡിയ എന്താണ് ബഡിയ എന്നാണ് ഹിന്ദി വേർഡാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഭക്ഷണം, അങ്ങനെയൊക്കെയാണ് അതിന് അർത്ഥം വരുന്നത്. പ്യുവർലി ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. കമേഴ്സ്യലി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് കേടാവാതിരിക്കാനുള്ള കെമിക്കൽസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ കുറച്ച് ഷോപ്പിൽ മാത്രമേ ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫ്യൂച്ചറിൽ അത് ഇന്ത്യ വൈഡ് പോകണം എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഒരു പേര് ബഡിയ എന്നുള്ള പേര് വളരെ വിദൂരമായ കാഴ്ചപ്പാടോടെയാണ് സെലക്ട് ചെയ്തത്. എനിഹൗ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ പ്രോഡക്റ്റ്. നമുക്ക് സിൽവർ റൗണ്ടിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിൽ ബിന്ദുവിനുള്ള 3ാമത്തെ ചോദ്യം. ജോബിന്റെ മൂത്ത മകളുടെ പേരെന്ത്? ജോബിന്റെ മൂത്ത മകളുടെ പേര്. ഓപ്ഷൻ എ കെസിയ, ഓപ്ഷൻ ബി കേരൻ ഹാപ്പുക്, ഓപ്ഷൻ സി ജമീമ ആൻഡ് ഓപ്ഷൻ ഡി ഹന്ന. ആരാണ് ജോബിന്റെ മൂത്ത മകൾ? ഓപ്ഷൻ ബി കേരൻ ഹാപ്പുക്. ഓപ്ഷൻ ബി കേരൻ ഹാപ്പുക്. ഉറപ്പാണോ? ഉറപ്പില്ല. ഒരു വൈഡ് ഗസ്. ലോക്ക് ചെയ്യട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി കേരൻ ഹാപ്പുക്. ലോക്ക് ചെയ്തു. കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ
വളരെ കോൺഫിഡന്റ് ആയിരുന്നു. എല്ലാ ആൻസറിനെ പറ്റി, ഓപ്ഷനെ പറ്റി എല്ലാം വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എവിടെയോ ഒരു നമുക്ക് നോക്കാം ജോബിന്റെ മൂത്ത മകൾ ആരാണെന്ന്. കമ്പ്യൂട്ടറോട് തന്നെ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക് കേരൻ ഹാപ്പുക്. റോങ് ആൻസർ. ജോബിന്റെ 3 സുന്ദരിമാരായ മക്കൾ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ജോബിന്റെ മൂത്ത മകൾ ആരാണെന്ന്. കമ്പ്യൂട്ടർ പ്ലീസ്. ജമീമ. ജമീമ ഇസ് ദ റൈറ്റ് ആൻസർ. കേരൻ ഹാപ്പുക് ജോബിന്റെ മകൾ തന്നെയാണ്, പക്ഷേ ഏറ്റവും ഇളയ പുത്രിയാണ്. അതിന്റെ ഇടയ്ക്ക് രണ്ടാമത്തെ ആളാണ് കെസിയ ആൻഡ് ദ എൽഡർ വൺ ഈസ് ജമീമ. എനിഹൗ നമുക്ക് നോക്കാം സിൽവർ റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യം കഴിയുമ്പോൾ ബിന്ദുവിന്റെ സ്കോർ എത്രയാണെന്ന്. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ തേർഡ് ക്വസ്റ്റിന് അൺഫോർച്ചുനേറ്റ്ലി ബിന്ദു എവായി പറഞ്ഞിരിക്കുന്ന ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റിന് നോ പോയിന്റ്സ്. ഓക്കെ, ഇനിയുമുണ്ട് ക്വസ്റ്റ്യൻസ്. നമുക്കതിലേക്ക് പോകാം. അതിനു മുമ്പ് ബിന്ദുവിന്റെ കൂടെ വന്നിരിക്കുന്ന അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആരൊക്കെയാണ് കൂടെ വന്നിരിക്കുന്നത്? മകൾ വന്നിട്ടുണ്ട്, സിസ്റ്റർ ഇൻ ലോയുടെ മകനുണ്ട്, ഓക്കെ, അമ്മയുണ്ട്, സിസ്റ്റർ ഇൻ ലോ ഉണ്ട്, എന്റെ സിബ്ലിംഗ് സിസ്റ്റർ ഉണ്ട്. എല്ലാവരും ഉണ്ട്. എല്ലാവരും ബിന്ദുവിന് ഫുൾ സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യം മോളെ പരിചയപ്പെടാം. മോളുടെ പേര് പറയൂ. എന്റെ പേര് റോസ്മരിയ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ അമ്മയാണ്. എന്റെ അമ്മയാണ് ബിന്ദു. ഓക്കെ, അടുത്തയാൾ. ഞാൻ ബിന്ദുവിന്റെ മൂത്ത ചേച്ചിയാണ്. ദീന. കൊടുങ്ങയാണ് എന്റെ സ്ഥലം. കൊടുങ്ങ. ഓക്കെ, അടുത്തയാള്. എന്റെ പേര് ഗ്രീഷ. ബിന്ദു ചേച്ചിയുടെ ആങ്ങളയുടെ വൈഫാണ്. ഓക്കെ, പിന്നീട് കൂടെ ബൈബിളിലെ പഠനത്തിനൊക്കെ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പൊ ചേച്ചിയായിട്ട് എങ്ങനെ? ഞാൻ വർക്ക് ചെയ്യാണ്. എന്ത് വർക്ക് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? അക്കൗണ്ടന്റ് ആയിട്ട്. എവിടെ? കറുകുറ്റി. ഓക്കെ, അമ്മയ്ക്കൊന്ന് കൊടുക്കൂ. ബിന്ദുവിന്റെ അമ്മയാണ്. കോപ്പിളിപ്പാടത്ത് നിന്ന് വരുന്നു. എന്റെ പേര് റോസി. ഓക്കെ, അടുത്ത ബിന്ദുവിന്റെ കൂടെ വന്നിരിക്കുന്നതിൽ ആകെ ഒരു ആൺപ്രജയുള്ളത് ഇദ്ദേഹമാണ്. എന്റെ പേര് അലക്സ്. അനക്സ്. അലക്സ്. ഓക്കെ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പുത്തൻപുരന്നാണ് വരുന്നത്. പുത്തൻപുര. ഓക്കെ, എന്റെ ആന്റിയാണ്. അപ്പൊ ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന, ബിന്ദുവിന്റെ വിജയം കാംക്ഷിച്ച് വന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2-ൽ സിൽവർ റൗണ്ടിൽ ബിന്ദുവിനുള്ള ഫൈനൽ ക്വസ്റ്റ്യൻ. ഉപവാസം ഉത്സവമായി മാറുമെന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ ആര്? ഉപവാസം ഉത്സവമായി മാറുമെന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ. ഓപ്ഷൻ എ സഖറിയ, ഓപ്ഷൻ ബി ഏശയ്യ, ഓപ്ഷൻ സി മിക്ക ആൻഡ് ഓപ്ഷൻ ഡി നാഹും. ഉപവാസം ഉത്സവമായി മാറും. വളരെ നല്ല ഒരു പ്രയോഗം. ഏത് പ്രവാചകനാണ്? ഓപ്ഷൻ ബി ഏഷ്യ പ്രവാചകൻ. ഓപ്ഷൻ ബി. ഉറപ്പാണോ? ഉറപ്പില്ല. സക്കറിയ പ്രവാചകൻ. ഓപ്ഷൻ എ സക്കറിയ. സക്കറിയ. ലോക്ക് ചെയ്യട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ എ സക്കറിയ. ഏശയ്യ, സക്കറിയ. ഇപ്പോഴും മനസ്സിൽ ഒരു ചാഞ്ചാട്ടമുണ്ട്. ഏശയ്യയിൽ തന്നെ നിൽക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഏഷ്യ പ്രവാചകനാണ് യേശുവിന്റെ വരവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ. പിന്നെ പ്രവചനങ്ങൾ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിൽ നിൽക്കുന്നില്ല. അതിന്റെ നമ്മള് ലോക്ക് ചെയ്തു. നമുക്ക് കമ്പ്യൂട്ടറിനോട് തന്നെ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്. സക്കറിയ ഇസ് ദ റൈറ്റ് ആൻസർ. ഒരാശ്വാസം കാണുന്നുണ്ട്. ഒരു വൈഡ് ഗസ് ആയിരുന്നു എങ്കിലും ലാസ്റ്റ് മൊമെന്റില് സക്കറിയ ആമുഖത്തിലാണ് ഇത് പറയുന്നത്. ഈ ഭാഗം അനുതാപത്തിനുള്ള ആഹ്വാനത്തോടെ തുടങ്ങുന്ന ആ പുസ്തകത്തിൽ ആമുഖത്തിലാണ് ഇത് പറയുന്നത്. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം ബിന്ദുവിന്റെ സ്കോർ. ഷാലറ്റ് പ്ലീസ്. സിൽവർ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ സിൽവർ ക്വസ്റ്റ്യൻ. ബിന്ദു എവായി പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. സോ ഈ ക്വസ്റ്റ്യന് ലഭിക്കുന്നു 10 പോയിന്റ്സ്.
സിൽവർ റൗണ്ടിൽ ടോട്ടൽ പോയിന്റ്സ് 30 പോയിന്റ്സ്. ഖനാന്തേശം സീസൺ 2-ൽ പ്രേക്ഷകരായ നിങ്ങൾക്കും പങ്കെടുക്കാൻ അവസരമൊരുക്കുന്ന ഈ ആഴ്ചയിലെ ഗോൾഡൻ സ്വീറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ജോലിക്കാരന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. ബൈബിളിലെ ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി. ജോലിക്കാരന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. ബൈബിളിലെ ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesam@gmail.com. സിൽവർ റൗണ്ടിൽ 30 പോയിന്റ്സ്. നല്ല സ്കോറാണ് അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2-വിൽ നെക്സ്റ്റ് റൗണ്ട് ഗോൾഡൻ റൗണ്ട്. ബിന്ദു, ഗോൾഡൻ റൗണ്ട് ഇതില് ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല. മറിച്ച് ബിന്ദുവിന് മുമ്പിലുള്ള ലൈഫ് ലൈൻ ബൈബിൾ യൂസ് ചെയ്ത് ആൻസർ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെയാണെങ്കിൽ 10 പോയിന്റ്സ് കിട്ടുന്ന ഒരു ക്വസ്റ്റിന് 5 പോയിന്റ്സേ കിട്ടുകയുള്ളൂ. സിൽവർ റൗണ്ടിലെ പോലെ തന്നെ 4 ചോദ്യങ്ങൾക്കും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 10 പോയിന്റ്സ് ബോണസ്. അങ്ങനെ ടോട്ടൽ 50 പോയിന്റ്സ് ഇതിലും സ്കോർ ചെയ്യാൻ പറ്റും. പോകാം ഈ റൗണ്ടിലേക്ക്. റെഡിയല്ലേ? കോൺഫിഡന്റ് അല്ലേ? കനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ബിന്ദുവിനുള്ള ആദ്യത്തെ ചോദ്യം. സെഫാനിയായുടെ പിതാവാര്? ശ്രദ്ധിച്ചു കേൾക്കാം, ആൻസർ ചെയ്യാൻ സമയമുണ്ട്. സെഫാനിയായുടെ പിതാവ് ആര്? ലൈഫ് ലൈൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഷുവർ ടൈം. കിട്ടിയോ? ഓക്കെ, പറഞ്ഞോളൂ. ഖുഷിയുടെ മകൻ സെഫാനിയ. ഏത് വാക്യം? ഒന്നാം വാക്യം. 1-1 അല്ലേ? ആൻസർ കറക്റ്റ് ആണെന്ന് നോക്കാം. ചോദിക്കാം കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ പ്ലീസ്. ഖുഷിയാണ്. ഗോൾഡൻ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം വിജയകരമായി. ചോദിക്കാം പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ബിന്ദുവിന്റെ സ്കോർ. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റിന് ബിന്ദു AY ലൈഫ് ലൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ലഭിക്കുന്നു 5 പോയിന്റ്സ്. അങ്ങനെ ലൈഫ് ലൈൻ യൂസ് ചെയ്ത് 5 പോയിന്റ്സ് സ്കോർ ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബിന്ദുവിന്റെ ചർച്ചിലെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. വേദപാഠ ക്ലാസ്, മതപഠന ക്ലാസ്സിൽ അവിടെയുള്ള കൊയർ, അവിടുത്തെ പാട്ട്, അതിനെപ്പറ്റിയൊക്കെ അതിലെ കുട്ടികളെ പ്രാക്ടീസ് കൊടുക്കാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ പള്ളിയിലെ കൊയർ എന്ന് പറഞ്ഞാല് വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു കൊയറാണ്. അവിടുത്തെ കപ്പ്യാർ തന്നെയാണ് ഞങ്ങളുടെ ഗായക സംഘത്തിന്റെ ലീഡർ. ആള് വളരെ നന്നായി പാടുന്ന ഒരു ആളാണ്. അപ്പോ ആള് പാടുന്ന പല പാട്ടുകളും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈയിടെ ഒരു നാവിൽ എന്ന് പറഞ്ഞിട്ട് ഒരു നാവിൽ ഈശോദൻ നാമം എന്നൊരു ഗാനം പള്ളിയിൽ പാടി. ഞങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. നാവിൽ ഈശോദൻ നാമം. ആ പാട്ട് ആരുടെയാണെന്ന് അറിയാമോ ബിന്ദുവിന്? അറിയില്ല, അത് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കത് പള്ളിയിൽ പാടുമ്പോൾ വളരെ ഇഷ്ടമാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ആ പാട്ട് എഴുതാനും മ്യൂസിക് ചെയ്യാനുള്ള അവസരം ഉണ്ടായ ഒരു ഭാഗ്യവാനാണ് ഞാൻ. എന്റെയാണ് ആ പാട്ട്, നാവിൽ ഈശോദൻ നാമം. മോള് പാടുമോ ആ പാട്ട്? മോൾക്ക് ആ പാട്ട് ശരിക്കും അവളൊരു കഥാപ്രസംഗത്തില് പാടിയിരുന്നു. പക്ഷെ അത് പാടാനുള്ള ഒരു കോൺഫിഡൻസ് കുറവ്
അവൾക്കുണ്ട്. ഒരു 4 ലൈൻ പാടാമോ മോളെ ആ പാട്ട് എനിക്ക് വേണ്ടി? നാവിൽ എന്നീശോ തന്നാമം, കാതിൽ എന്നീശോ തൻ. ഓക്കെ, കാതിൽ എൻ ഈശോദൻ നാദം. എനിഹോ ബിന്ദു, വളരെയധികം സന്തോഷം. ആ പാട്ട് ബിന്ദു മാത്രമല്ല, ഇവിടെ വന്ന പല കണ്ടസ്റ്റൻസും പറഞ്ഞു, ഒത്തിരി പേര് പറയുന്നുണ്ട് ആ പാട്ട് ഒത്തിരി ചർച്ചകളിൽ പാടുന്നു. എന്റെ ഭാഗ്യം. എനിഹോ നമുക്ക് ഗോൾഡൻ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ബിന്ദുവിനുള്ള രണ്ടാമത്തെ ചോദ്യം. യേശു എവിടെ വെച്ച് രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തി എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്? യേശു എവിടെ വെച്ച് രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തി എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്? ആരുടെ സുവിശേഷത്തിൽ എന്ന് പറയുന്നുണ്ട്? മുമ്പ് പല സുഖപ്പെടുത്തലുകൾ, അതിനെപ്പറ്റിയൊക്കെ വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഗലീലിയിൽ വെച്ച് ചോദിക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ്. ഗലീലിയിൽ വെച്ച് റൈറ്റ് ആൻസർ. ഗോൾഡൻ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം കഴിയുമ്പോൾ ബിന്ദുവിന്റെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റിന് ബിന്ദു AY ഗിവ് us the right answer. സോ ബിന്ദു AYക്ക് ലഭിക്കുന്നു 10 points. വളരെയധികം ആലോചിച്ച് ലാസ്റ്റ് മൊമെന്റിൽ നാവിൻ തുമ്പിലേക്ക് പ്രാർത്ഥനയോടെയാണോ? എന്താണ് അതിന്റെ രഹസ്യം? തീർച്ചയായും പ്രാർത്ഥനയായിരുന്നു. കാരണം കഫർനാമും ഗലീലിയും എന്നെ വളരെയധികം ആ ഒരു കൺഫ്യൂഷൻ വന്നിരുന്നു. ബട്ട് അറിയാമായിരുന്നു കഫർനാം ഓർ ഗലീലി എന്നൊരു ആൻസർ ഉണ്ടായിരുന്നു? അറിയായിരുന്നു. പക്ഷെ അതില് കഫർനാം വന്നപ്പോഴാണ് പക്ഷെ എനിക്ക് തോന്നിയിരുന്നു അതല്ല. പക്ഷെ ഇത് രണ്ടും വന്നപ്പോ അവസാന നിമിഷത്തിൽ യേശുവിന്റെ കരുണയ്ക്ക് യാചിച്ചപ്പോഴാണ് എനിക്ക് ഗലീലിയിൽ എന്നുള്ള ആൻസർ കിട്ടിയത്. യേശുവിന്റെ കരുണയുടെ കരുതലിലൂടെ വളർന്നു വരുന്ന ഒരു ടീച്ചർ, വേദപാഠ ടീച്ചർ. ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് മുഖത്ത്. യേശുവിന്റെ കരുണ അത് എനിക്ക് പറയത്തക്ക അത്ഭുതങ്ങളൊന്നും ഇല്ലെങ്കിലും ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്ന ഒന്നാണ്. യേശു കൂടെ നടക്കുന്നത് പോലെ അല്ലേ നമ്മളെ ഓരോ നിമിഷവും. അതൊരു നല്ല കൺസെപ്റ്റാണ് ബിന്ദു. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പല സമയത്തും നമുക്കറിയാം പല വിശ്വാസത്തിന്റെ പല ഭാഗങ്ങളുണ്ട്. വളരെയധികം പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഈശോ, നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞു യേശു അപ്പച്ചൻ എന്ന് പറയുന്ന ഒരു അടുപ്പം. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് പോന്നാലും അവിടെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ അവിടെ നമ്മുടെ മനസ്സിൽ കാണാനുള്ള ഒരു പിക്ചർ പോലെ ഈശോ അവിടെ നമ്മുടെ കുട്ടികളുടെ അടുത്ത് നിൽക്കുന്നത് പോലെ ഒരു രംഗം കാണുക. മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമേജ് ആവാം മേ ബി, പക്ഷെ അതൊരു ഭയങ്കര റിലീഫായിരിക്കും. നമുക്കൊരു ബലമായിരിക്കും. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ തട്ടിലൂടെയാണ് ബിന്ദു കടന്നു പോകുന്നത് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ആ അനുഭവം കേട്ടതിൽ. അങ്ങനെ എന്തെങ്കിലും എടുത്തു പറയാനുണ്ടോ അത് ലൈഫിൽ? ഇതുപോലെ ഇപ്പം നാവിന്റെ തുമ്പിൽ ആൻസർ ചോദിച്ചു പ്രാർത്ഥിച്ചു ഉടനെ പറയുന്നു, അത് ആൻസർ കറക്റ്റ് ആവുന്നു. ഞാൻ കുറച്ച് നാളുകളായിട്ട് എനിക്കിങ്ങനെ ഒരു ആത്മീയമായ ഒരു രീതിയിലോട്ട് അങ്ങനെ ഒരു വളർച്ച ആവശ്യമാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ അതുമായി സംബന്ധിച്ച് എനിക്ക് കുറെ ഡൗട്ട്സ് വരായിരുന്നു. പക്ഷെ ഇതൊക്കെ പുറത്ത് ആരോടെങ്കിലും ചോദിക്കാനുള്ള ഒരു ധൈര്യക്കുറവ് കൊണ്ട് ഞാനതിങ്ങനെ മനസ്സിൽ രഹസ്യമായിട്ട് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ അതെനിക്ക് മാത്രം പറയുന്ന ഒരു ഇതാണ്. കാരണം 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്നോ എനിക്ക് അതിന്റെ ഉത്തരങ്ങൾ ലഭിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും വളരെ രഹസ്യമായി ഞാൻ ചോദിച്ച കാര്യം. അതുപോലെ ചിലപ്പോ അനുദിന ജീവിതത്തിൽ നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ആലോചിച്ച് നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ മിക്കവാറും എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് എന്റെ വൈദികൻ അന്ന് പറയുന്ന പ്രസംഗം ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും.
അന്നേരം ഞാൻ ഓർക്കാറുണ്ട്, ഇത് ഞാൻ ചോദിച്ചെന്ന് നീ എത്രമാത്രം ഓർക്കുന്നു. അങ്ങനെയൊക്കെ കുറെ, അത് ഫിസിക്കലി നമുക്കൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അനുഭവമല്ല, പക്ഷെ മെന്റലി നമ്മളെപ്പോഴും അത് അനുഭവിക്കാറുണ്ട്. സോ ആദ്യമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും തടസ്സം വന്ന് എനിക്ക് ഞാൻ വറീഡാവായിരുന്നു. കാരണം ഞാൻ വിചാരിച്ച പോലെ പോകുന്നില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഒട്ടും ബോധർ ചെയ്യാറില്ല. കാരണം എനിക്കറിയാം ഏതൊരു നിമിഷവും എന്നെ കാക്കുന്ന ഒരാളുണ്ട്. അപ്പൊ എനിക്ക് ദോഷമായിട്ടൊന്നും അത് വളരെ പെട്ടെന്ന് എനിക്ക് വെളിപ്പെടാറുമുണ്ട്. ആ ഒരു ഇത് ഞാൻ വിചാരിച്ച പോലെ നടക്കായിരുന്നത് എന്റെ ഒരു നന്മയ്ക്കാണെന്ന്. അപ്പോ ദൈവത്തിന്റെ ഒരു കരുതൽ ഞാൻ എപ്പോഴും അനുഭവിക്കുന്നു. ഇതാണ് ശരിക്കും ഒരു സാക്ഷ്യത്തെ കഴിഞ്ഞ് ഉപരി വളരെയധികം, കാരണം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഓരോ നിമിഷവും ജീവിതത്തിൽ സാക്ഷ്യങ്ങളാണ് നമ്മുടെ. കാരണം അടുത്ത നിമിഷം നമുക്കുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് കിട്ടിയത് തന്നെ ഒരു സാക്ഷ്യമല്ലേ. അപ്പോൾ ദൈവത്തിന്റെ ഓരോ കരുതലും കണ്ടറിഞ്ഞ് വീണ്ടും ആത്മീയ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഇതുപോലെ വളർച്ചകൾ ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഗോൾഡൻ റൗണ്ടിൽ ബിന്ദുവിനുള്ള മൂന്നാമത്തെ ചോദ്യം. ജെറുസലേമിന്റെ നാശം കണ്ട് രസിച്ചവൻ എന്ന് ഒബാദിയ പറയുന്നത് ആരെക്കുറിച്ചാണ്? ജെറുസലേമിന്റെ നാശം കണ്ടു രസിച്ചവൻ എന്ന് ഒബാദിയ പറയുന്നത് ആരെക്കുറിച്ചാണ്? ലൈഫ് ലൈൻ തീരുമാനിച്ചു. കിട്ടിയോ? പറഞ്ഞോളൂ. ഏതോംകാരെ കുറിച്ചാണ് ജെറുസലേമിന്റെ നാശം കണ്ട് രസിച്ചവനെന്ന് ഉപാധിയെ പറയുന്നത്? ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. ഏതോംകാരെ കുറിച്ച് റൈറ്റ് ആൻസർ. ഏതോംകാരെ കുറിച്ച് എന്ന് പറയുന്നത് ആ ഭാഗത്തെപ്പറ്റി വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? ജെറുസലേമിന്റെ നാശം കണ്ട് രസിച്ചവൻ, ആ ഭാഗത്ത് എന്തെങ്കിലും വായിച്ചോ അങ്ങനെ? ആ ഒരു ദേശവാസികളെ കുറിച്ച് എനിക്ക് അത്രയ്ക്ക് പറയാനൊരു ഓർമ്മ വരുന്നില്ല. ഏസാവിന്റെ മറ്റൊരു പേര് ഏതോം എന്നൊരു ചിന്തയാണ് ഇപ്പൊ എന്റെ മനസ്സിൽ എടുക്കുന്നത്. വേറെ ഏതോംകാരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, പക്ഷെ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഇല്ല. എനിഹൗ നമുക്ക് ചോദിക്കാം ഷാലറ്റിനോട്. പോയിന്റ് ബാങ്കിൽ ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ തേർഡ് ക്വസ്റ്റിന് ബിന്ദു AY ലൈഫ് ലൈൻ യൂസ് ചെയ്തതുകൊണ്ട് ഈ ക്വസ്റ്റിന് ലഭിക്കുന്നു 5 പോയിന്റ്സ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ബിന്ദുവിന്റെ ഹസ്ബൻഡിനെ പറ്റി പറഞ്ഞില്ല. അദ്ദേഹം എന്താണ് ചെയ്യുക? എന്റെ ഹസ്ബൻഡിന്റെ പേര് ബിനു ജോർജ് എന്നാണ്. അദ്ദേഹം കൊടകര തന്നെയുള്ള ഒരു പ്രൈവറ്റ് പ്ലാസ്റ്റിക്കിന്റെ ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ബിന്ദുവിന്റെ മറ്റു ബിസിനസ്സുകളിൽ അദ്ദേഹത്തിന്റെ ഹെൽപ്പ് ഉണ്ടോ? അദ്ദേഹത്തിന് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കാറില്ല. എന്നാലും കുറെ ഷോപ്പുകളൊക്കെ എനിക്ക് അങ്ങനെ ചെയ്തു തരാറുണ്ട്. മാർക്കറ്റിംഗ് സൈഡിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ഹെൽപ്പ് ഉണ്ട്. ഈശോ സൗഖ്യം കൊടുക്കുന്ന ചില സന്ദർഭങ്ങളിൽ കുറച്ചു മുമ്പ് രക്തസ്രാവക്കാരിയുടെ ആ ഭാഗം വളരെയധികം ടച്ചിങ് ആണെന്ന് പറഞ്ഞു. എന്താണ് അവിടെ? അതെനിക്ക് ടച്ചിങ് ആണെന്ന് തോന്നാൻ കാരണം ശരിക്കും ഈശോ എന്ന് ഓർക്കുമ്പോ തന്നെ നമുക്കറിയാം ഒരു കരുണയുടെ കടലാണ്, നമുക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഈ രക്തസ്രാവക്കാരിയുടെ കാര്യത്തില്
ആള് തൊടുന്നുണ്ട് എന്നുള്ളത് യേശു അറിയുന്നില്ല. പക്ഷെ യേശുവിന്റെ ശരീരത്തിൽ നിന്നും ശക്തി പുറപ്പെടും. അത് അത്രയ്ക്കും മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു കരുണ, ശരിക്കും ശക്തി എന്നതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് കരുണ എന്നാണ്. തന്നെ ആവശ്യപ്പെടുന്നവരോടുള്ള അത് എന്ന് പള്ളിയിൽ വായിച്ചാലും അത് ഒരു കരച്ചിലോടെ അല്ലാതെ എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ല. അല്ല, ഞാനിപ്പോ ബിന്ദു പറയുമ്പോഴാണ് അതിന്റെ അകത്ത് ചില വചനങ്ങൾ നമ്മൾ പള്ളിയിൽ എത്ര തവണ കേട്ടാലും ചിലരത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിന്റെ വേറൊരു ആംഗിളിൽ നമ്മൾ അതിനെ കാണാൻ പറ്റുന്നത്. ഇപ്പൊ ബിന്ദു പറയുമ്പോഴാണ് ഞാൻ, കാരണം ഈശോ പോലും അറിയുന്നില്ല എന്ന് പറയണം. കാരണം ശക്തി പ്രവഹിച്ചു, അതൊരു കരുണയായിട്ട് ഒഴുകി, അത്രമാത്രം സ്നേഹം ജനങ്ങളോട് ചുറ്റുമുള്ളവരോടുള്ളത് കൊണ്ടാണ് ആ ഒരു സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രകടനമാണ് രക്തസ്രാവം. ഞാനൊക്കെ അതൊക്കെ സാധാരണ ഒരു രക്തസ്രാവക്കാരി പോയി ആ ഒരു എനർജി വന്നു, ഒരു സാധാരണ ഒരു അത്ഭുത കൃത്യം എന്ന് കേട്ടതല്ലാതെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ആംഗിളിൽ നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല. എനിഹോ ബൈബിളിനെ കുറച്ചുകൂടെ വളരെ സ്നേഹത്തോടെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് ബിന്ദു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. എനിഹോ ഇങ്ങനെ ഒരാളെ, ഒരു കണ്ടസ്റ്റന്റിനെ നമ്മുടെ ഗോൾഡൻ സീഡിൽ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഗോൾഡൻ റൗണ്ടിൽ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാനുള്ള സമയമായി. പോകാം, റെഡിയല്ലേ? ഗോൾഡൻ റൗണ്ടിൽ ബിന്ദു എവയ്ക്കുള്ള 4ാമത്തെ ചോദ്യം. പെസഹ ആചരണത്തിന് ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? പെസഹ ആചരണത്തിന് ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? വളരെയധികം ടച്ചിങ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പെസഹ ആചരണം. അതിനുശേഷം ഒലിവ് മലയിലേക്ക്. ഒലിവ് മലയിലേക്ക് ഉറപ്പാണ്? ചോദിക്കട്ടെ? കമ്പ്യൂട്ടർ പ്ലീസ്. ഒലിവ് മലയിലേക്ക് റൈറ്റ് ആൻസർ. ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നോ? ചെറിയ ഡൗട്ട് എന്നാണ്, മലയുടെ പേര് അറിയാം, എന്നാലും വളരെ കോൺഫിഡന്റ് ആയ ചില ആൻസേഴ്സ് നമുക്ക് പലപ്പോഴും ഒരു ഓവർ കോൺഫിഡൻസിൽ ചില തെറ്റുകൾ പറ്റാം. ഒലിവ് മലയിലേക്ക്. എനിക്ക് മുമ്പേ ബിന്ദു പറഞ്ഞതുപോലെ എനിക്ക് ഈ ഭാഗം, കാരണം ഈ പെസഹ ആചരണത്തിന്റെ ഒരു ഭാഗമാണ്, നമ്മുടെ വിശുദ്ധ കുർബാനയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭമാണുള്ളത്. ആ അപ്പം മുറിക്കുന്ന സന്ദർഭം ഞാനും ബൈബിളിൽ വായിക്കുമ്പോൾ എനിക്ക് വളരെയധികം ടച്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സന്ദർഭമാണിത്. കാരണം ഒരുപക്ഷെ കുരിശുമരണത്തില് കരിമ്പാണിയേറ്റതും ഹൃദയം തുളഞ്ഞു കയറിയ കുന്തവും കുരിശിൽ പിടഞ്ഞു മരിച്ച ആ വേദനയെക്കാളൊക്കെ അപ്പുറമായിട്ടുള്ളൊരു വേദന ഈശോ അനുഭവിച്ച ഒരു അവസരമായിരിക്കും അവസാനത്തെ അത്താഴം എന്ന് ഞാൻ പലപ്പോഴും വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം കൂടെ ഇരിക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവരാണ്. നാളെ ഞാൻ അവർക്ക് വേണ്ടി മരിക്കാൻ പോവുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി ബലിയാവാൻ പോവാന്നുള്ള തിരിച്ചറിവോടെ അവർക്ക് അപ്പം മുറിച്ചു കൊടുക്കുമ്പോൾ, സ്വന്തം ശരീരം വിഭജിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു, ആ അപ്പം മുറിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാര് എന്നെ വെറുത്ത് എന്നെ തള്ളിപ്പറയുന്നവരുണ്ട്, ഒറ്റിക്കൊടുക്കുന്നവനുണ്ട്. അവരാരും ഇത് അറിയുന്നില്ല. യേശുവിന്റെ ആ വിഷമം വളരെ ഈ ഒലിവ് മലയിൽ നിന്ന് പിന്നെ പോകുന്നത് ഗത്സമേൻ തോട്ടത്തിലേക്കല്ലേ, അവിടെ രക്തം വീർക്കാനുണ്ടായി. അപ്പം ഞാൻ പലപ്പോഴും ഓർക്കും ഈ ഒരു സന്ദർഭം, അതായത് ഈ അവസാനത്തെ അത്താഴത്തിന്റെ സമയത്തുണ്ടായ ഈശോയുടെ ആ ഒരു മനോവ്യഥയുടെ 1000-ൽ അംശം ഒരു കുർബാന സ്വീകരിക്കുന്ന സമയത്ത്, അല്ലെ ഒരു കുർബാന അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സാംശീകരിക്കാൻ പറ്റിയെങ്കിൽ ആ കുർബാന ഒരു അനുഭവമായി മാറും എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും എപ്പോഴും പറ്റാറില്ല അത്. ചില മൊമെന്റുകളിൽ, ചില പാട്ടുകൾ വരുമ്പോഴായിരിക്കാം, ചില പാട്ടുകളോട് കൂടെ ഒപ്പം കേൾക്കുമ്പോഴായിരിക്കാം, നമുക്ക് ചില വൈദികരുടെ പ്രസംഗം, ഈ അനുഭവം തന്നെ എനിക്ക് ഉണ്ടായത് ഞാൻ ഒരച്ഛന്റെ പ്രസംഗം ഇതുപോലെ ഒരു പെസഹ വ്യാഴ്ച കേൾക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇത്രയധികം ആ സമയത്ത് എങ്ങനെ അത് തരണം ചെയ്തിട്ടുണ്ടാവും. കുരിശുമരണം അതൊക്കെ വളരെ ശാരീരികമായ വേദനകൾ, പക്ഷെ അതിനെയൊക്കെ, അതായത് നമ്മുടെ മനസ്സ് തളർന്നു പോകുന്ന പോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയൊരു അവസരമാണിത്. ശരിക്കും ആ ഭാഗം മർക്കോസിന്റെ സുവിശേഷം 14:26 ആ ഭാഗത്താണ് വരുന്നത്. വളരെയധികം ടച്ചിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. എനിഹോ നമുക്ക് ഗോൾഡൻ റൗണ്ടിൽ 4 ചോദ്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ചോദിക്കാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റ് പ്ലീസ്. ഗോൾഡൻ റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഗോൾഡൻ ക്വസ്റ്റ്യൻ. ബിന്ദു എവൈ പറഞ്ഞിരിക്കുന്ന ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യന് ബിന്ദു എവൈക്ക് ലഭിക്കുന്നു 10 പോയിന്റ്സ്. ഗോൾഡൻ റൗണ്ടിൽ ടോട്ടൽ പോയിന്റ്സ് 30 പോയിന്റ്സ്, സിൽവർ റൗണ്ടിൽ 30 പോയിന്റ്സ്. ഇതുവരെയുള്ള ബിന്ദു എവയുടെ പോയിന്റ് നില 60 പോയിന്റ്സ്.
ഖനാന്തേശം സീസൺ 2-ൽ പ്രേക്ഷകരായ നിങ്ങൾക്കും പങ്കെടുക്കാൻ അവസരമൊരുക്കുന്ന ഈ ആഴ്ചയിലെ ഗോൾഡൻ സീറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ജോലിക്കാരന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. ബൈബിളിലെ ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി. ജോലിക്കാരന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. ബൈബിളിലെ ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesam@gmail.com. സോ ആദ്യ 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 60 പോയിന്റ്സ്. നമുക്ക് കാനാൻ ദേശം സീസൺ 2-ന്റെ ഏറ്റവും വിലയേറിയ റൗണ്ട്, അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് പോവുകയാണ്. കാനാൻ ദേശം സീസൺ 2-ൽ 3ാമത്തെ റൗണ്ട്, ദ ഡയമണ്ട് റൗണ്ട്. ഡയമണ്ട് റൗണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡയമണ്ട്, ദ റിയൽ ഡയമണ്ട് റൗണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്യാൻ പറ്റുന്ന റൗണ്ട്. 4 ചോദ്യങ്ങൾ തന്നെ, ഓപ്ഷൻസ് ഉണ്ടാവില്ല. മറിച്ച് കൂടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ സഹായം ചോദിച്ച് ആൻസർ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ ആൻസറിനും 10 പോയിന്റ്സ് ആണ് ലഭിക്കുക. മറിച്ച് ഡയറക്റ്റ് ആരുടെയും സഹായമില്ലാതെ ഈ ക്വസ്റ്റ്യൻ ഞാൻ 4 ക്വസ്റ്റ്യനും ഫേസ് ചെയ്യാം എന്ന് ബിന്ദു തീരുമാനിക്കുന്നിടത്താണ് ഈ റൗണ്ട് ഡയമണ്ട് റൗണ്ടായി മാറുക. ആദ്യത്തെ ചോദ്യത്തിന് യു വിൽ ഗെറ്റ് 20 പോയിന്റ്സ്, രണ്ടാമത്തെ ചോദ്യത്തിന് 40, മൂന്നാമത്തെ ചോദ്യത്തിന് 80, 4ാമത്തെ ചോദ്യം 160. അങ്ങനെ ടോട്ടൽ 300 പോയിന്റ്സ് ഈ ഒറ്റ റൗണ്ടിൽ മാത്രം സ്കോർ ചെയ്യാൻ പറ്റും, ബിന്ദു എടുക്കുന്ന തീരുമാനത്തെ അനുസരിച്ച് മാത്രം. സോ യു ക്യാൻ ഡിസൈഡ്. ഏത് തീരുമാനിക്കുന്നു? ഡയറക്റ്റ് പോകാം. മുമ്പിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ബിന്ദു റെഡിയായിരിക്കുകയാണ്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ബിന്ദുവിനുള്ള ആദ്യത്തെ ചോദ്യം. താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. ആരെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നത്? ശ്രദ്ധിക്കാം. താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. ആരെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുന്നത്? ഡയമണ്ട് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം. അബ്രാഹാമിനെ കുറിച്ച്. ഉറപ്പാണോ? ഉറപ്പാണ്. ഡയമണ്ട് റൗണ്ടാണ്. ഉറപ്പാണ്. നോ ഡൗട്ട്. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. അബ്രഹാമിനെ കുറിച്ച് ഡയമണ്ട് റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം വിജയകരമായി. റോമ 4:18 ഈ ഭാഗം പറയുന്നത്. അബ്രഹാമിന്റെ വിശ്വാസം അതിന്റെ ഏറ്റവും വളരെ ഉദാത്തമായ ഒരു ഭാഗമാണിത്, അല്ലെ? കാരണം യാതൊരു പ്രതീക്ഷയുമില്ല. 100 വയസ്സായ ഒരു മനുഷ്യൻ, സാറ, വന്ധ്യമായ ഉദരമുള്ള സാറ എന്ന് വേണമെങ്കിൽ പറയാം, അത്രമാത്രം പ്രായമായിരിക്കുന്ന അവരുടെ ഒരവസ്ഥയിൽ ഇനി ഒരു പ്രതീക്ഷയുമില്ല. വേണമെങ്കിൽ ദൈവം ഒരു പുച്ഛത്തോടെ ദൈവം പറഞ്ഞു, നമ്മളെല്ലാം അങ്ങനത്തെ അനുഭവത്തിലൂടെ പോയിട്ടുണ്ട്, ശരി ഇനി നടക്കുവോ? ചിലപ്പോൾ നടക്കും. പക്ഷെ അവിടെ വിശ്വാസത്തോടെ കാത്തിരുന്ന അബ്രഹാമിന്റെ ആ ഒരു വിശ്വാസത്തിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു പൂർണ്ണത, അതാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ പിതാവായ അബ്രാഹത്തിനെ പോലെയുള്ള ഒരു വിശ്വാസം ഉണ്ടാവാൻ നമുക്കൊക്കെ ദൈവം വീണ്ടും വീണ്ടും കരുത്ത്, അതെ, അത് അങ്ങനത്തെ ഒരു വിശ്വാസത്തിലേക്ക് എത്താൻ വേണ്ട ഒരു അവസരം നമുക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഡയമണ്ട് റൗണ്ടിൽ ആദ്യ ചോദ്യം പൂർത്തിയാകുമ്പോൾ ബിന്ദുവിന്റെ സ്കോർ അറിയാം. ഷാലറ്റിനോട് ചോദിക്കാം പോയിന്റ് ബാങ്കിൽ. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റിന് ബിന്ദു എവയ്ക്ക് ലഭിക്കുന്നു 20 പോയിന്റ്സ്. 20 പോയിന്റ്സ്. ഡയമണ്ട് റൗണ്ടിലെ ആദ്യ കടമ്പ വിജയകരമായി കടന്നിരിക്കുകയാണ്. ഇനി 3 ചോദ്യങ്ങൾ, 300ലേക്ക് പോകാനുള്ള 3 വിലയേറിയ ചോദ്യങ്ങൾ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാനയിൽ പല സ്ഥലത്തും മുമ്പേ നമ്മുടെ മുമ്പിലുള്ള സംസാരത്തിൽ പറഞ്ഞു, പലയിടത്തും കണ്ണ് നിറയാറുണ്ട്. എവിടെയാണ് വിശുദ്ധ കുർബാനയിൽ ഏറ്റവും അധികം ബിന്ദുവിനെ സ്പർശിച്ചിട്ടുള്ള ഒരു വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണോ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ? വിശുദ്ധ കുർബാന ശരിക്കും
കണ്ടുകൊണ്ടിരുന്നപ്പോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷെ ഞാനതിൽ ഉൾക്കൊണ്ട് തുടങ്ങിയപ്പോ, കുർബാന എന്നുള്ളത് ഒരിതായിട്ട് ഞാൻ ഉൾക്കൊണ്ട് തുടങ്ങിയപ്പോ എനിക്ക് പല ഫീലിങ്സും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് വാഴ്വിന്റെ സമയത്തൊക്കെ ലോജിക്കലി നമ്മൾ ചിന്തിക്കും അതൊരു അപ്പമാണെന്നൊക്കെ വിചാരിക്കുമെങ്കിലും എനിക്ക് കുറെ നാളുകളായിട്ട് അതൊരു അപ്പമാണെന്ന് എനിക്ക് തോന്നാറില്ല. ഞാൻ എപ്പോഴും ആ സമയത്ത് എല്ലാവരും തലകുമ്പിട്ട് നിൽക്കുമ്പോ ഇപ്പോ എനിക്ക് തലകുമ്പിട്ട് നിൽക്കാൻ സാധിക്കാറില്ല. കാരണം അവിടെ ഞാൻ യേശുവിന്റെ ഒരു സാന്നിധ്യം എനിക്ക് എന്നെ നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അത് ഒരു കുർബാനയിൽ നിന്നല്ല, എന്നും ആ സമയത്ത് എനിക്കത് വളരെ ഒരു ദിവ്യമായൊരു അനുഭവമായിട്ട്, അത് മറ്റൊരാളോട് അതെന്താണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവിടെ എന്താണ് കാണുന്നത്, അല്ലെങ്കിൽ അതെന്നെ എത്രമാത്രം മാറ്റുന്നു എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഞാൻ അത് അനുഭവിക്കുന്നു. ഇത് പറയുമ്പോൾ ബിന്ദുവിന്റെ കണ്ണ് പലയിടത്തും പല സമയത്തും നിറയുന്നത് ഞാൻ കണ്ടു. ഇതാരും അറിയുന്നില്ല, ഇതെനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയില്ല എന്ന് പറഞ്ഞ പോയിന്റാണ് ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷേ അത് മനസ്സിലാക്കേണ്ട ആളത് മനസ്സിലാക്കണുണ്ട് എന്നുള്ളതാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ആ അവസാന അത്താഴത്തിന്റെ വേളയിൽ ഈശോയുടെ ആ ഒരു വേദന നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ എവിടെയെങ്കിലും കഴിഞ്ഞെങ്കിൽ ഈ കുർബാന സ്വീകരണമൊക്കെ വേറൊരു തലത്തിലേക്ക് പോകും. ഇപ്പൊ പറഞ്ഞ പോലെ കുർബാന കാണുകയല്ല, കുർബാന അനുഭവിക്കുന്ന ഒരു ഫീലിലേക്ക് വരാൻ പറ്റും. തീർച്ചയായിട്ടും വളരെ നല്ല, ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഏറ്റവും നല്ല ഒരു പോയിന്റാണ് ഇപ്പൊ ബിന്ദു ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ഈ കാര്യം പ്രേക്ഷകരോട് പറയാനും നമുക്കൊരു അവസരം കിട്ടിയതിൽ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ബിന്ദു എവൈക്കുള്ള രണ്ടാമത്തെ ചോദ്യം. നിയമങ്ങൾ ലംഘിച്ച ഇസ്രായേൽ ജനത്തിന് മോശ നൽകുന്ന അന്ത്യശാസനം അവതരിപ്പിക്കുന്ന പഴയ നിയമ പുസ്തകം ഏത്? നിയമങ്ങൾ ലംഘിച്ച ഇസ്രായേൽ ജനത്തിന് മോശ നൽകുന്ന അന്ത്യശാസനം അവതരിപ്പിക്കുന്ന പഴയ നിയമ പുസ്തകം ഏത്? ആലോചിക്കാം. ഡയമണ്ട് റൗണ്ടിൽ 40 മാർക്ക്, 40 പോയിന്റ് സ്കോർ ചെയ്യാമെന്ന ചോദ്യം. പുറപ്പാട് പുസ്തകം. ശരിക്കും ആലോചിക്കാം. പഴയ നിയമ പുസ്തകം, മോശ നൽകുന്ന അന്ത്യശാസനം. സംഖ്യയുടെ പുസ്തകം. സംഖ്യയുടെ പുസ്തകം, പുറപ്പാട്, ഇതിലേത് ഉറച്ചു നിൽക്കുന്നു? സംഖ്യ. സംഖ്യ. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. റോങ് ആൻസർ. അന്ത്യശാസനം അവതരിപ്പിക്കുന്ന പഴയ നിയമ പുസ്തകം, നിയമാവർത്തനം. എനിക്ക് തോന്നുന്നത് ജീസസ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള പഴയ നിയമ ഗ്രന്ഥം നിയമാവർത്തനമാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഗ്രന്ഥം. നിയമങ്ങൾ ലംഘിച്ച ഇസ്രായേൽ ജനത്തിന് മോശം നൽകുന്ന അന്ത്യശാസനം, അതിൽ തന്നെ ഉണ്ട് അതിന്റെ ഒരു ആൻസർ. ഒരിടത്തും വന്നില്ല മനസ്സിൽ. നിയമാവർത്തനത്തിൽ മോശ അതെന്റെ മനസ്സിൽ വന്നില്ല. ഞാൻ പുറപ്പാടിന്റെ ലാസ്റ്റ് ഭാഗത്ത് മോശ സംസാരിച്ച ആ ഒരു ചിന്തയാണ് എനിക്ക് വന്നത്. കൺഫ്യൂഷൻ വന്നത്. ഒരാള് വരും എന്നുള്ളതൊക്കെ ആ ഒരു ചിന്ത. നിയമാവർത്തനത്തിന്റെ ആമുഖത്തിലാണ് ഇത് പറയുന്നത്. നിയമാവർത്തന പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്ന ഭാഗമാണിത്. എനിഹൗ, സാരമില്ല, ഇനിയുമുണ്ട് ഡയമണ്ട് റൗണ്ടിൽ. നമുക്ക് 2 ചോദ്യങ്ങൾ കൂടെ ബാക്കി. അതിനു മുമ്പ് ബിന്ദുവിന്റെ സ്കോർ അറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റിനോട് ചോദിക്കാം. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അൺഫോർച്ചുനേറ്റ്ലി ബിന്ദു എവൈ പറഞ്ഞിരിക്കുന്ന ഉത്തരം തെറ്റാണ്. സോ ഈ ക്വസ്റ്റ്യന് നോ പോയിന്റ്സ്. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ബിന്ദു എവൈക്കുള്ള മൂന്നാമത്തെ ചോദ്യം. ദൈവത്തെ ധിക്കരിച്ച് യോന എവിടേക്കാണ് ഒളിച്ചോടാൻ ശ്രമിച്ചത്? ദൈവത്തെ ധിക്കരിച്ച്
യോന എവിടേക്കാണ് ഒളിച്ചോടാൻ ശ്രമിച്ചത്? താർഷീഷിലേക്ക്. താർഷീഷിലേക്ക്. ഉറപ്പാണോ? ഉറപ്പാണ്. ജോപ്പായിലെത്തി അവിടെ നിന്ന് താർഷീഷിലേക്ക് പോയി. നമുക്ക് ചോദിക്കാം, കമ്പ്യൂട്ടറിനോട് തന്നെ ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. താർഷീഷ് കറക്റ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിൽ മൂന്നാമത്തെ ചോദ്യം വിജയകരമായി. ഈ ചോദ്യം ഞാൻ ആദ്യം ചോദിക്കുമ്പോ ബിന്ദു അങ്ങനെ ശ്വാസമൊക്കെ പിടിച്ച് പ്രാർത്ഥനയിലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ക്വസ്റ്റ്യൻ കണ്ട ഉടനെ കേട്ട ഉടനെ പെട്ടെന്നൊരു റിലാക്സേഷൻ. ഉറപ്പായിട്ട് അറിയാമായിരുന്നു ഈ ആൻസർ അല്ലേ? പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തോന്നിയല്ലേ ഈ ചോദ്യം? എനിക്കാവും അത് ഈസി ആയതല്ല, ഈസിയായ ക്വസ്റ്റ്യൻ എന്ന് തോന്നിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിൽ വന്നു പെട്ടതാണ്. കാരണം ഈ ഡയമണ്ട് റൗണ്ടിൽ ബിന്ദുവിന്റെ മുമ്പേ പറഞ്ഞ പ്രാർത്ഥനാനുഭവങ്ങളും ആ ദൈവത്തിന്റെ കരുതൽ അല്ലേ? അപ്പോൾ 3 ചോദ്യങ്ങൾ കഴിയുമ്പോൾ ബിന്ദുവിന്റെ പോയിന്റ് നമുക്കറിയാം. പോയിന്റ് ബാങ്കിൽ ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ തേർഡ് ക്വസ്റ്റിന് ബിന്ദു AY പറഞ്ഞിരിക്കുന്ന ഉത്തരം കറക്റ്റ് ആണ്. സോ ഈ ക്വസ്റ്റിന് ബിന്ദു AYക്ക് ലഭിക്കുന്നു 20 പോയിന്റ്സ്. ബിന്ദു തൃശ്ശൂരിൽ നിന്നും ഇവിടെ എത്തി കാനാൻ ദേശം സീസൺ 2വിന്റെ ഈ ഗോൾഡൻ സീറ്റിൽ ഇരിക്കുന്നു. ഇനി ഡയമണ്ട് റൗണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം ബാക്കി. എന്താണ് കാനാൻ ദേശത്തെ പറ്റി? കാനാൻ ദേശത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒത്തിരി കാത്തിരുന്ന് കിട്ടിയ അവസരത്തിൽ എന്ത് അനുഭവമാണ് ഈ കാനാൻ ദേശം ബിന്ദുവിന് തന്നിരിക്കുന്നത്? ഇപ്പോ ഈ കാലത്ത് നമുക്ക് കുറച്ചും കൂടി ക്രിസ്തുവിശ്വാസം ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ആഗോളതലത്തിൽ നടക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു പ്രോഗ്രാം ശരിക്കും കുറെ ആളുകളുടെ ഉള്ളിലെ വിശ്വാസത്തെ നല്ല രീതിയിൽ വളർത്താൻ സഹായകമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ ഒരു ചോദ്യം വരുമ്പോൾ ആ പോർഷൻ വായിക്കാനിടയാവുകയും നമുക്ക് കുറച്ചും കൂടി നമ്മുടെ വിശ്വാസത്തെ അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഇതിലോട്ട് മാനസികാവസ്ഥയിലോട്ട് പോകും. എന്റെ ഒരു വ്യക്തിപരമായ അനുഭവമാണ്. പിന്നെ ഞാനിത് കുറച്ചു പേരോടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരും ഈ പരിപാടി കാണാറുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ബൈബിൾ ഓറിയന്റഡ് ആയിട്ട് ഫുൾ ബൈബിൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. നമ്മളെപ്പോഴും ഒന്നില്ലെങ്കിൽ പുതിയ നിയമമോ അങ്ങനെയൊക്കെ വായിച്ചു പോകുന്ന തലത്തിൽ ക്രിസ്തുവിന്റെ ആ ഒരു ആധികാരികതയെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അവസ്ഥയിൽ പഴയ നിയമം എത്രമാത്രം ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുവെന്നും ക്രിസ്തു വരും എന്നുള്ളത് എത്രയോ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരു കാര്യമാണെന്നും നമ്മൾ അറിയാൻ ഈ മുഴുവനായിട്ടുള്ള ബൈബിൾ വായന സഹായിക്കും. അത് വായിക്കാൻ സഹായിച്ച ഒരു പ്രോഗ്രാമാണ്. വീണ്ടും കാത്തിരിപ്പിന്റെ ഒരു സുഖം കൂടി തന്ന പ്രോഗ്രാമാണ്. കാരണം ഇന്ന് വിളിക്കും നാളെ വിളിക്കുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ബൈബിൾ പഠിച്ചിട്ട് ഒരുപാട് ദിവസങ്ങൾ കുത്തിയിരുന്നിട്ടുണ്ട്. അപ്പൊ ഒരു കാത്തിരിപ്പിന്റെ രസം കൂടി തന്നിട്ടുണ്ട്. പ്ലസ് നന്നായി വായിക്കാനും ഒരു അവസരം. ഈ കാലഘട്ടത്തിൽ ആവശ്യമായ ഒരു പ്രോഗ്രാം. കുറേയും കൂടി ആഴത്തിൽ ബൈബിളിനറിയാൻ, അതുവഴി ദൈവത്തെ അറിയാൻ. താങ്ക് യു ബിന്ദു. കാനാൻ ദേശം എന്ന ഈ പ്രോഗ്രാമിനെ ഇത്രയധികം സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളെ ഞങ്ങളുടെ ഈ സീറ്റിൽ കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ക്ലാസിക് ബുക്കുകൾ വായിക്കുന്ന, ബൈബിൾ മാത്രമല്ല വേറെയുള്ള ബുക്കുകൾ വായിച്ച് കമ്പാരിസൺ ചെയ്ത് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇതിനെ കാണാനും അതിനുവേണ്ടി കാത്തിരിക്കാനും ക്ഷമയോടെ കാത്തിരുന്ന് ഇന്നിവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതും ഈ ഗോൾഡൻ സീറ്റിൽ ബിന്ദുവിനെ കിട്ടിയത് കാനാൻ ദേശത്തിന്റെ ഒരു ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ഡയമണ്ട് റൗണ്ടിലെ ഫൈനൽ ക്വസ്റ്റിലേക്ക് പോകാം. കാനാൻ ദേശം സീസൺ 2 ഡയമണ്ട് റൗണ്ടിൽ ബിന്ദു AYക്കുള്ള ഫൈനൽ ക്വസ്റ്റ്യൻ. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കും. ആരുടെ വാക്കുകളാണിത്? ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ആരുടെ വാക്കുകളാണിത്? ഡയമണ്ട് റൗണ്ടിലെ ഡയമണ്ട് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
വിശുദ്ധ പൗലോസിന്റെ. വിശുദ്ധ പൗലോസ്. ഉറപ്പാണോ? ഉറപ്പാണ്. ചോദിക്കാം. ചോദിക്കാം. കമ്പ്യൂട്ടർ പ്ലീസ്. വിശുദ്ധ പൗലോസ് റൈറ്റ് ആൻസർ. ഡയമണ്ട് റൗണ്ടിലെ ഫൈനൽ ക്വസ്റ്റ്യൻ വിജയകരമായി. വളരെയധികം സന്തോഷം തോന്നുന്നു. ചോദിക്കാം ഷാലറ്റിനോട് പോയിന്റ് ബാങ്കിൽ ബിന്ദുവിന്റെ ഫൈനൽ സ്കോർ. ഷാലറ്റ് പ്ലീസ്. ഡയമണ്ട് റൗണ്ടിലെ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ദ ഡയമണ്ട് ക്വസ്റ്റ്യൻ. ബിന്ദു AY പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണ്. സോ ഈ ക്വസ്റ്റ്യന് ബിന്ദു AYക്ക് ലഭിക്കുന്നു 40 പോയിന്റ്സ്. ഡയമണ്ട് റൗണ്ടിൽ ടോട്ടൽ പോയിന്റ്സ് 80 പോയിന്റ്സ്, സിൽവർ റൗണ്ടിൽ 30 പോയിന്റ്സ്, ഗോൾഡൻ റൗണ്ടിൽ 30 പോയിന്റ്സ്. The grand total is 140 points. And congratulations, Bindu AY. ഖനാന്തേശം സീസൺ 2-ൽ പ്രേക്ഷകരായ നിങ്ങൾക്കും പങ്കെടുക്കാൻ അവസരമൊരുക്കുന്ന ഈ ആഴ്ചയിലെ ഗോൾഡൻ സീറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ജോലിക്കാരന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. ബൈബിളിലെ ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി. ജോലിക്കാരന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. ബൈബിളിലെ ഏത് പുസ്തകത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ശരിയുത്തരം SMS അയക്കേണ്ട നമ്പർ 9744155533. ഇമെയിൽ kanandesam@gmail.com. 140 ഔട്ട് ഓഫ് 400. ഇത്രയാണോ പ്രതീക്ഷിച്ചിരുന്നത്? ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചിരുന്നതും ബൈബിൾ 12 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ മാർക്ക് വെച്ച് പ്രാർത്ഥിച്ചിരുന്നില്ല. ഞാനൊരു 10 ക്വസ്റ്റ്യനെങ്കിലും എനിക്ക് ആൻസർ പറയാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് സാധിച്ചിട്ടുണ്ട്. ബൈബിൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അത് വലിയൊരു കടലാണ്, നമ്മളെ കൊണ്ട് എത്താൻ പറ്റില്ല. ഞാൻ ആ ഡയമണ്ട് റൗണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്റെ പോയിന്റ്സ് വളരെ ഡൗൺ ആയി പോകുന്നു. ആ സമയത്ത് എന്റെ ഉള്ളിൽ വന്നൊരു ചിന്ത, എന്നെ കുറിച്ച് നിനക്ക് പറയാൻ സാധിച്ചില്ലേ മാർക്കിൽ? അപ്പോൾ എനിക്കത് ചിലപ്പോ എന്റെ കടമയും ഞാൻ ഇത് ചെയ്യണമെന്നായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും. ഒരു പക്ഷെ ഞാൻ ഇപ്പോൾ എല്ലാ ആൻസറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അഹങ്കാരം ഒരു പക്ഷെ എനിക്ക് വന്നേക്കാം. കാരണം എപ്പോഴും ഭയത്തോടെ സമീപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിള്. അതിന് ഞാൻ ഇനിയും ഒരുപാട് ചെല്ലാനുണ്ട്. ചിലപ്പോ ഇനി വായിക്കുമ്പോഴായിരിക്കും എനിക്ക് ഞാൻ ഇതുവരെ കിട്ടിയ ബോധ്യങ്ങളിൽ കുറേം കൂടിയും നല്ല ബോധ്യങ്ങൾ എനിക്ക് ലഭിക്കുക. കാരണം ഇത്രയും വായിച്ചിട്ടും ഞാൻ എവിടെയും എത്തിയിട്ടില്ല എന്നൊരു തിരിച്ചറിവ് ഇതുവഴി എനിക്ക് കിട്ടി. അപ്പൊ കുറച്ചും കൂടിയും ഓരോ വാക്കുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് വായിക്കാൻ വീണ്ടും ഒരു വിളിയായിരിക്കും. ഞാൻ അങ്ങനെ ഇതിനെ കാണുന്നു. അതിലുപരി ബിന്ദു മുമ്പ് പറഞ്ഞതുപോലെ ഈ പ്രോഗ്രാമിൽ വന്നിരുന്ന ബിന്ദുവിന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. എത്രയോ പ്രേക്ഷകർ ഇത് കാണുന്നു. വിശുദ്ധ കുർബാനയുടെ ഒരു അനുഭവം തന്നെ മതി ഇന്നത്തെ ഈ എപ്പിസോഡിനെ പൂർണ്ണമാക്കാൻ. അങ്ങനെയുള്ള അനുഭവങ്ങൾ, അതാണ് പറഞ്ഞത്, നീ ഇവിടെ വന്ന് എന്നെ സാക്ഷ്യപ്പെടുത്താൻ ഒരവസരം തന്നില്ലേ എന്ന് ദൈവം പറയുന്ന ഒരു തോന്നൽ, അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. പങ്കെടുത്തു, വളരെയധികം സന്തോഷം. ഈ ഗോൾഡൻ സീറ്റിൽ വന്നിരുന്ന കാനാൻ ദേശം സീസൺ 2-ൽ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം. കാനാൻ ദേശം സീസൺ 2 തരുന്ന ഒരു മെമന്റോയും ഒരു സർട്ടിഫിക്കറ്റുമുണ്ട്, സ്വീകരിക്കണം പ്ലീസ്. തൃശൂരിൽ നിന്ന് വന്ന് വളരെയധികം ആഴത്തിലുള്ള ദൈവാനുഭവങ്ങളുമായി ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത ബിന്ദുവുമായുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം പുതിയ കണ്ടസ്റ്റന്റുമായി ഞങ്ങൾ വരുന്നു. അറിവാണ് സമൃദ്ധി, ബൈബിളാണ് അറിവ്. ഗുഡ് ബൈ.
ഒരു അധ്യാപിക എപ്പോഴും ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം. എപ്പോഴും കൂടെ അവൻ അറിയുന്ന ആളായിരിക്കണം എന്നാണ് എനിക്ക് അന്നത്തെ ആ സ്പെല്ലിലൂടെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ മെസ്സേജ്, ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. റൈസ ജോസഫിന് കാനാൻ ദേശം സീസൺ 2 സിൽവർ റൗണ്ടിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അബ്രഹാം മുതൽ ദാവീദ് വരെ എത്ര തലമുറകളാണുള്ളത്? ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 20. ആലോചിച്ച് പറയാം. അബ്രഹാം മുതൽ ദാവീദ് വരെ. ഓപ്ഷൻ ബി 14. ഓപ്ഷൻ ബി 14. ഉറപ്പാണോ? ഉറപ്പാണ്. നോക്കട്ടെ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് ഓപ്ഷൻ ബി 14. അബ്രഹാം മുതൽ ദാവീദ് വരെയുള്ള തലമുറകൾ. എന്താണ് പെട്ടെന്നൊരു ടെൻഷൻ? ലോക്ക് ചെയ്തു. ചോദിക്കാം കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ പ്ലീസ് ചെക്ക്.